ചില സമയങ്ങളിൽ ഇത് നടന്നിട്ടുണ്ട്. ഇതിന് മുമ്പും നടന്നിട്ടുണ്ട്. ഇപ്പൊ മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, അടിയന്തരാവസ്ഥ കാലത്ത് ചില സിനിമകൾ ഇതുപോലെ ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ആന്തി എന്ന് പറഞ്ഞ ഒരു സിനിമ, ഗുൽസാറിന്റെ ഒരു സിനിമ പിന്നെ അവർ റിലീസ് ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അതുപോലെ കിസ കുർസിക്ക എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ഇതൊന്നും ആ സമയത്ത് അവർ കൺട്രോളിൽ വെച്ചിരുന്നു. കാരണം അത് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിന് വേറൊരു അർത്ഥം അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ കണ്ടിട്ട് അന്നത്തെ സെൻസർ ബോർഡോ അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെന്റോ അതിനെ സപ്രസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇത് പുതിയതായി നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇത് ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ ഇത് നടക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല ശരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിനിമ അങ്ങനെ വലിയ പൊളിറ്റിക്കലായിട്ടുള്ള ചലനങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ ഒരു കാലത്തിന് ഡെപ്യൂട്ട് ചെയ്യുന്നു. അത് ആ കാലത്ത് ഇതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് അതിനെന്തിന് പേടിക്കണം? നമ്മൾ എന്തിനു നമ്മുടെ പാസ്റ്റിനെ നമ്മൾ എന്തിനു പേടിക്കണം ശരിക്കും? അത് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൺഫ്രണ്ട് ചെയ്യുക. നമ്മൾ കാരണം ഇപ്പൊ എല്ലാ ആൾക്കാരും ഇപ്പൊ ജർമ്മനിയോ അതുപോലെ മറ്റേത് രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും അവർക്ക് വളരെ വളരെ മോശമായിട്ടുള്ള ഡാർക്കായിട്ടൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഹിറ്റ്ലറുടെ കാലത്തൊക്കെ. പക്ഷെ അതിനൊന്നും മറച്ചു പിടിക്കുന്നില്ലല്ലോ. കാരണം അത് സിനിമകളുണ്ട്. അവർ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുമ്പോട്ട് പോകില്ലേ എന്നാ. കാരണം അറിയാം, നമ്മൾ തെറ്റ് പറ്റിയ ഒരു കാലത്ത് ആർക്കോ അതിന് നമ്മൾ ഇനി ഒരിക്കലും അത് ചെയ്യരുത്. അങ്ങനെയല്ലേ വേണ്ടത് ശരിക്കും? നമ്മൾ തിരുത്തുകയല്ലേ വേണ്ടത് ശരിക്കും?